മാധ്യമപ്രവർത്തകന്റെ മൈക്ക് കണ്ണിൽ തട്ടിയപ്പോൾ മോഹൻലാൽ പ്രതികരിച്ച രീതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമാവുകയാണ്. TV ചാനലിന്റെ മൈക്ക് കണ്ണിൽ തട്ടിയ സംഭവത്തിൽ വാർത്താലേഖകൻ മോഹൻലാലിനെ വിളിച്ച് ക്ഷമ പറഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നടൻ ജോയ് മാത്യു ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഒരു നടന്റെ ഏറ്റവും അമൂല്യമായ ഒന്നാണ് കണ്ണുകൾ. ഭാഗ്യത്തിന് മൈക്ക് വെടി പുരികത്തിനെ കൊണ്ടുള്ളൂ. അദ്ദേഹം ക്ഷമിച്ചു, കാരണം അയാൾ മോഹൻലാലാണ് എന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. മൈക്കത്ത് കാണുമ്പോൾ കലിതുള്ളുന്നവരും ഫോൺ വിളിക്കുമ്പോൾ സമനില തെറ്റുന്നവർക്കുമൊക്കെ മാതൃക ആക്കാൻ പറ്റുന്ന ഒരാളാണ് മോഹൻലാൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷമ, മാന്യത, സമാധാനം, ഇത് മൂന്നും തികഞ്ഞ മനുഷ്യനെ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു. അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. ഭാഗ്യത്തിന് മൈക്ക് വെടി പുരികത്തിനെ കൊണ്ടുള്ളൂ. അദ്ദേഹം ക്ഷമിച്ചു, കാരണം അയാൾ മോഹൻലാലാണ്. തുടർന്ന് മാധ്യമൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സോറി പറയുന്നതും കേട്ടു. മാന്യമായുള്ള മറുപടികൾ കൊണ്ട് അദ്ദേഹം വീണ്ടും അവനെ വിസ്മയിപ്പിച്ചു. കാരണം മറുവശത്ത് മോഹൻലാലാണ്. മൈക്ക് കാണുമ്പോൾ കലിതുള്ളുന്നവരും ഫോൺ വിളിക്കുമ്പോൾ സമനില തെറ്റുന്നവർക്കും മാതൃക ആക്കാൻ പറ്റുന്ന ഒരാൾ. അയാളുടെ പേരാണ് മോഹൻലാൽ. ചൊവ്വാഴ്ച GST സംഘടിപ്പിച്ച ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മകൾ വിസ്മയുടെ സിനിമാ പ്രവേശം സംബന്ധിച്ച ബൈറ്റ് എടുക്കാൻ മാധ്യമപ്രവർത്തകർ സമീപിച്ചത്. ഞാൻ അറിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞ് കാറിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത്. ക്ഷുഭിതനാകാതെ എന്താണ് മോനെ ഇത് എന്ന് പറഞ്ഞ് വളരെ സൗമ്യമായിട്ടാണ് മോഹൻലാൽ പോയത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ലേഖകൻ മോഹൻലാലിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് മോഹൻലാൽ തിരിച്ചു വിളിച്ചു. ഉണ്ടായ സംഭവം ലേഖകൻ പറഞ്ഞു. എന്തായാലും ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ക്ഷമ, മാന്യത, സമാധാനം, ഇത് മൂന്നും തികഞ്ഞ ഒരു മനുഷ്യനാണ് മോഹൻലാൽ എന്നും എന്ത് ഭൂലോക വാർത്തയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ഒരു മാധ്യമൻ മൈക്ക് വെടി കൊണ്ട് കണ്ണിൽ കുത്തിയത് എന്ന് മനസ്സിലായില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ടതാണ് കണ്ണുകൾ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊള്ളാതെ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയി എന്നുള്ള തിരിച്ചാണ് സാധാരണ പറയുന്നെങ്കിൽ പോലും അദ്ദേഹം അതിനെയും ആ രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രത്യേകതയോടെ പറയേണ്ടത്. പിന്നീട് വിളിച്ച് സോറി പറയുമ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മോഹൻലാൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴും രസകരമായ ഒരു ഡയലോഗിലാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ളത്. ആ ഡയലോഗും ഹിറ്റായി. എന്തായാലും മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്ത് മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ സംഭവങ്ങളിലെല്ലാം യോജിപ്പും ഒക്കെ പല വാർത്തകളിലൂടെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം ഇടപെട്ട ആ ഒരു നിലപാടിനെ അതിനോട് ഞങ്ങളും യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. വിമർശിക്കാനും അതോടൊപ്പം നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് നല്ലത് എന്ന് പറയാനും ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്നത് തന്നെയാണ് ഇവിടെയും ഞങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും എല്ലാ മനുഷ്യർക്കും നമുക്കറിയാം, മുഖ്യമന്ത്രി പല വേദികളിലും ക്ഷുഭിതനാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പ്രകോപിതനാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ, അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള മിതത്വം പാലിക്കുന്നതായിരിക്കും എപ്പോഴും പബ്ലിക്കുമായി ഇടപഴകുന്ന അതുപോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് എന്ന ഒരു പാഠം കൂടിയാവുകയാണ് മോഹൻലാൽ. എന്നാലും നമുക്ക് എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളും എല്ലാവരും പലരുമായിട്ട് ഇടപഴകുന്ന ഒരു അവസരത്തിൽ അവരുടെ ആ ഒരു രീതിക്ക് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വരുന്ന അവസരങ്ങളിൽ ഈ ഇദ്ദേഹത്തെ മാതൃകയാക്കുക, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാതൃകയാക്കുന്നത് നല്ലതായിരിക്കുമെന്ന അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.